അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞൊരു നല്ല മോനായി മാറി, അല്ല നല്ലൊരു മോളായി മാറി ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാനുണ്ട്. എന്തായാലും അതിൽ ചിലതൊക്കെ ഞാൻ പറയാം. വിവാഹം കഴിക്കുമ്പോൾ തന്നെ ആദ്യം നല്ല കുടുംബവുമായി, നല്ല സൽസ്വഭാവിയായ, അല്ലെങ്കിൽ നല്ല തറവാടിത്തമുള്ള അന്തസ്സുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെടുക. എന്നിട്ട് അവിടെയുള്ള നല്ലൊരു കുട്ടിയെ വിവാഹം കഴിക്കുക. അപ്പോൾ ചോദിക്കും, നമ്മൾ സൗന്ദര്യമില്ലാത്തതും തറവാടിത്തമില്ലാത്ത ആളാണെങ്കിൽ നമുക്കങ്ങനെ കിട്ടുമോ എന്ന്. നമുക്കനുസരിച്ചിട്ടുള്ള, നമ്മുടെ തറവാടിനനുസരിച്ച നല്ല കുട്ടിയെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ വിവാഹം ചെയ്ത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാം ഈശ്വരവിശ്വാസിയായ കുട്ടിയെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുക. ആ കുടുംബവും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസി ആയിരിക്കെ അവരെ വിവാഹം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അത്യാവശ്യം അറിവും ദൈവത്തോടുള്ള പേടിയും ഉണ്ടെങ്കിൽ ആ കുട്ടി നന്നായി തീരും. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഈശ്വരവിശ്വാസത്തോടു കൂടി അന്നത്തെ ദിവസം നല്ല പ്രാർത്ഥനയോടുകൂടി കഴിയുക. ആദ്യ രാത്രിയിൽ നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന് മനസ്സുകൾ തമ്മിൽ അടുക്കുക. അതിനുശേഷം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. മുസ്ലിമാണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഇമാമ് ജമാഅത്തായി നിസ്കരിച്ച് ദുആ ചെയ്ത് എന്നിട്ട് ജീവിതം പങ്കുവെക്കുക. അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ തന്നെ പിന്നീട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുക. വയറ്റിലുള്ള കുഞ്ഞിന് സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം, ഈശ്വരവിശ്വാസമുള്ള ജീവിതം ഒക്കെ ആയിത്തീരാൻ വേണ്ടി നമ്മൾ കഴിയുന്നതും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന് നല്ല പേരിടുക. ഹിന്ദുവാണെങ്കിൽ അമ്പലങ്ങളിൽ കൊണ്ടുപോയി പേരിടുക, ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ മുസൽമാനാണെങ്കിൽ പള്ളിയിലെ ഉസ്താദുമായി സംസാരിച്ച് നല്ല പേര്, അർത്ഥമുള്ള പേര് കണ്ടെത്തി കുഞ്ഞിന് പേരിടുക. മുസ്ലിമാണെങ്കിൽ അക്കീക്ക അറക്കുക. അങ്ങനെ നല്ല കുട്ടിയായി അവനെ വളർത്തുക. നല്ല നല്ല കാര്യങ്ങൾ, ഈശ്വരവിശ്വാസമുള്ള കാര്യങ്ങളും കഥകളും അവനെ പറഞ്ഞു കേൾപ്പിക്കുക. അവന് നല്ല പാട്ടുകൾ പാടി കേൾപ്പിക്കുക. നല്ല നല്ല ജീവിത കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കുട്ടി സൽസ്വഭാവിയായി വളരാൻ നമ്മൾ കൂടി അവനെ സഹായിക്കുക. കുട്ടിയുടെ അടുത്ത് വെച്ച് മാതാപിതാക്കൾ വഴക്കിടുകയോ ചീത്ത വർത്തമാനങ്ങൾ സംസാരിക്കുക ചെയ്യാതിരിക്കുക. അവനെ കൂടുതൽ സ്നേഹത്തോടു കൂടി അമ്മയും അച്ഛനും ഒരുമയോടുകൂടി അവനെ കൂട്ടി മാറോടണച്ചവനെ വളർത്തുക. അമ്മ കഴിയുന്നതും കുപ്പിപ്പാൽ ഒഴിവാക്കി മുലപ്പാൽ നൽകുക. അമ്മയുടെ നെഞ്ചോടുകൂടി ചേർത്ത് കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിന് ആ മാതാവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാകും. അതുപോലെ തന്നെ അച്ഛനും കഴിയുന്നത്ര കുഞ്ഞിനെ സ്നേഹിക്കുക. അമ്മയല്ലേ അതിനുത്തരവാദി എന്ന് പറയാതെ അച്ഛനും അവനെ നോക്കാനുള്ള സമയം കണ്ടെത്തുക, അവനെ ലാളിക്കുക, അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് അവന് അല്ലെങ്കിൽ അവൾ വളരുന്നു. മാതാപിതാക്കളുടെ സ്നേഹവും മറ്റും കിട്ടുമ്പോൾ ആ കുട്ടി സ്കൂളിൽ ചേർത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറഞ്ഞു അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കും. നമ്മൾ ഓരോ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടി
തയ്യാറാവുക. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരങ്ങൾ നൽകുക. തെറ്റും ശരിയും സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അവനെ ബോധ്യപ്പെടുത്തുക. നല്ല കാര്യങ്ങൾ നല്ല പോലെ പ്രവർത്തിക്കാനും അതിന് അവനോട് യോജിക്കാനും ചീത്ത കാര്യങ്ങൾ വേർതിരിച്ച് കാട്ടി അവനെ അതിൽ നിന്നും ഉപേക്ഷിക്കാനും അവൻ്റെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക. അങ്ങനെ അവൻ നല്ല മോനായി വളരുന്നു. അതിനുശേഷം അവന് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നതോടൊപ്പം അവൻ്റെ പഠനത്തിലും നമ്മൾ ശ്രദ്ധാലുവാവുക. അവനോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവന് നല്ല സമാധാനപരമായി അവനോട് പെരുമാറുക. പരീക്ഷയിലെല്ലാം ഉന്നത വിജയത്തിലെത്തിക്കുക. അങ്ങനെ അവൻ്റെ ജീവിതം നല്ലതാക്കുക.